കേരളത്തിൽ നടക്കുന്ന വികസന പദ്ധതികൾ തുടരുന്ന തരത്തിലുള്ള ജനവിധിയാണ് ഉണ്ടാവുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFിനു മാത്രമേ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി RC അമല ബേസിക് സ്കൂളിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനമെന്ന പദവി കേരളത്തിനാണ്. 10 വർഷം നാടിന്റെ വിവിധ മേഖലകളിൽ പുരോഗതി അടിസ്ഥാനമാക്കിയാണ് LDF പ്രവർത്തിച്ചതെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ളവർ അടക്കം LDF വരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനമെന്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഒരു സംശയവുമില്ലാതെ ജനങ്ങൾ കാണുന്നു, LDFിൻ്റെ സംസ്കാരം കൊണ്ടാണ് അത് നേടിയത്. വസ്തുതാവിരുദ്ധ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ ഫലമില്ല. ജനങ്ങൾ എപ്പോഴും LDFിനെ വിശ്വസിക്കുന്നു. 10 വർഷം ജനങ്ങൾക്കൊപ്പമാണ് യാത്ര ചെയ്തതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഓരോ വർഷവും കേരളത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കുകയാണ് LDF. ഇത്തവണയും ഇതുണ്ടാകുമെന്നും ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങൾ LDFിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൈസ വാങ്ങി വോട്ട് പിടുത്തവും ധ്രുവീകരണം തുടങ്ങിയ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വർഗീയ നീക്കം കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും പണം കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക എന്നത് മറികടക്കാൻ കേരളത്തിന് സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് കേരളത്തിന് പുറത്ത് സാധാരണ പലരും പ്രയോഗിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരള വോട്ടർമാർ എല്ലാ കാലത്തും പ്രബുദ്ധരാണ്. അത്തരത്തിലുള്ള പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക എന്നത് അവർ നല്ലോണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നു പോകാൻ കേരളത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.